സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പൊൻപിലരി വിതറിക്കൊണ്ട് യേശുദേവന്റെ ജന്മദിനമായ ക്രിസ്മസ് വന്നണഞ്ഞിരിക്കുകയാണ്. എല്ലാ സുഹൃത്തുക്കൾക്കും പ്രസാദ് കാൽവരിയുടെ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ. ഇന്ന് പ്രസാദ് കാൽവരി നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് മംഗളം ദിനപത്രത്തിന്റെ 35ാമത് വാർഷികത്തിൽ കർഷക ശ്രേഷ്ഠ അവാർഡ് നേടിയ നമ്മുടെ പ്രിയങ്കരനായ ഹൈറേഞ്ച് ഏലകർഷക കൂട്ടായ്മയുടെ അഡ്മിൻ കൂടിയായ ഗുരുജിയെ ഗോവ ഗവർണർ ശ്രീധരൻ പിള്ള സാർ ആദരിക്കുന്ന ചടങ്ങിലേക്കാണ്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസ് പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് വീഡിയോയിലേക്ക് പോവാം. അങ്ങനെ ഞങ്ങൾ കട്ടപ്പനയിൽ നിന്ന് തൊടുപുഴയിൽ വെച്ച് നടക്കുന്ന ചടങ്ങിലേക്ക് യാത്ര തിരിച്ചിരിക്കുകയാണ്. എല്ലാവരുടെയും മനസ്സിൽ ഒരേ ഒരു ചിന്ത മാത്രം, ഗുരുജി ആദരിക്കപ്പെടും. അപ്രതീക്ഷിതം എന്ന് പറയട്ടെ, തൊടുപുഴയ്ക്കടുത്ത് വെച്ച് വണ്ടിയുടെ ടയർ പഞ്ചറാകുകയും അത് നിമിഷ നേരങ്ങൾക്ക് മാറ്റിയിടാൻ സാധിച്ചതും സമയനഷ്ടമില്ലാതെ ആദരിക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചു. അതിവിപുലമായ ചടങ്ങായിരുന്നു മംഗളം ദിനപത്രത്തിന്റെ 35ാമത് വാർഷികത്തിൽ. അവിടെയായിരുന്നു കലാസന്ധ്യകളും പാട്ടും മേളവും അതിഗംഭീരമായി. മംഗളം ദിനപത്രത്തിന്റെ ചീഫ് എഡിറ്റർ സാവു സാർ സംസാരിക്കുന്നു. മംഗളത്തെ സംബന്ധിച്ചിടത്തോളം 35ാം വർഷത്തിന്റെ ആഘോഷത്തിന് സമാപനമാണ് ഇന്ന് നടക്കുന്നത്. മംഗളം ദിനപത്രത്തിന്റെ 35ാമത് വാർഷികത്തിന്റെ ഉദ്ഘാടനമാണ് ഗോവ ഗവർണർ, ഇടുക്കി MP ടി കുര്യാക്കോസ്, തൊടുപുഴ MLA PJ ജോസഫ് സാറ് വിശിഷ്ട അതിഥികൾ ചേർന്ന് നടത്തുന്നത്. അവാർഡ് ദാന ചടങ്ങാണ് നടക്കുന്നത്. അതുപോലെ തന്നെ അവാർഡ് കൊടുക്കുന്നതിനായിട്ട് ശ്രീധരൻ സാറിനെ സ്വാഗതം ചെയ്യുന്നു. കർഷകന്റെ അഭിമാന നിമിഷം. നമ്മുടെ ഗുരുജി കർഷക ശ്രേഷ്ഠ അവാർഡ് വാങ്ങാൻ സ്റ്റേജിലേക്ക് പോവുകയാണ്. നല്ലൊരു കയ്യടിയോടുകൂടി ഗുരുജിയെ നമുക്ക് വരവേൽക്കാം. ഗോവ ഗവർണർ ശ്രീധരൻപിള്ള സാറിന്റെ കയ്യിൽ നിന്നുമാണ് ഗുരുജി ട്രോഫി ഏറ്റുവാങ്ങുന്നത്.
Sahakarana Award, and the award goes to Sri Clement Emmanuel, the president of Vaidala Saharana Bank. So with a huge round of applause, നല്ലൊരു കൈയടിയോടെ ബഹുമാനപ്പെട്ട ശ്രീ ക്ലെമന്റ് ഇമ്മാനുവൽ സാറിനെ കർഷക ശ്രേഷ്ഠ അവാർഡ് നേടിയ ഗോവ ഗവർണറെ ഏലക്കാമാല അണിയിച്ച് ഗുരുജി ആദരിക്കുന്ന ചടങ്ങാണ് ഇപ്പോൾ സ്റ്റേജിൽ നടക്കുന്നത്. നല്ലൊരു കയ്യൊഴിയോടുകൂടി നമുക്ക് രണ്ടുപേരെയും ഈ ചടങ്ങിൽ നമുക്ക് ആദരിക്കാം. ഹൈറേറ്റിൽ നിന്ന് എത്തിയ അഭിമാന നിമിഷം അല്ലെങ്കിൽ അഭിമാനം ആയ എല്ലാവരും കൂടി ഗുരുജിയെ പുറത്തിറങ്ങി വന്നപ്പോൾ ആദരിക്കുന്ന ചടങ്ങാണ്, അല്ലെങ്കിൽ ഗുരുജിയുടെ കൂടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കുന്ന ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത്. ഹൈറേഞ്ച് ഏലകർഷക കൂട്ടായ്മയുടെ ഒരു അഭിമാന നിമിഷമാണ് ഈ ഒരു ആദരിക്കൽ ചടങ്ങ്. അതിൽ അഡ്മിന്മാരായിട്ടും ഗ്രൂപ്പിലെ മെമ്പേഴ്സായിട്ടും ഒരുപാട് ആളുകൾ പങ്കെടുത്തു. അതിനെല്ലാം നന്ദി അറിയിക്കുകയാണ് ഒരു ഈ നിമിഷത്തിൽ. ഗുരുജിയോടൊപ്പം ഒരു നേരം അല്ലെങ്കിൽ ഗുരുജിയെ ഒന്ന് കാണാൻ ഗുരുജിയുടെ പ്രിയ പത്നിക്കൊപ്പം ഗുരുജി ആദരിക്കുന്ന ചടങ്ങിലേക്ക് കുടുംബസമേതമാണ് ഗുരുജി എത്തിയിരുന്നത്. ഹൈറേഞ്ചിന്റെ മണിമുത്തുകളാണ് അരുൺ ഭായി, ലിൻസൺ ഭായി. അവരുടെ തോട്ടമുള്ളത് രാജാക്കാടാണ്. തൊടുപുഴയിലാണ് അവർ താമസിക്കുന്നത്. അതായത് പരിപാടികളിൽ മുഴുവൻ സമയവും നമ്മളോടൊപ്പം ഉണ്ടായിരിക്കുകയും വൈകുന്നേരത്തെ ഭക്ഷണം നല്ല രീതിയിൽ അവിടെ അറേഞ്ച് ചെയ്യുകയും തരികയും ചെയ്ത, അവരുടെ സ്വന്തം ചെലവിലായിരുന്നു ഭക്ഷണമെല്ലാം വന്ന മുഴുവൻ ആൾക്കാർക്കും ചെയ്തു തന്നത്. അവരെ ഒരിക്കൽ കൂടി ഹൈറേഞ്ച് ഏലകർഷക കൂട്ടായ്മയുടെ പേരിൽ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഭക്ഷണവും കഴിച്ച് കട്ടപ്പനയിലേക്ക് യാത്രയായി. ഹൈറേഞ്ച് ഏലകർഷക കൂട്ടായ്മയുടെ അഡ്മിന്മാർ ഗുരുജിയെ ആദരിക്കുന്ന ചടങ്ങാണ് നടക്കുന്നത്. ഗുരുജി സഗ്രോ വണ്ടമ്പേട് വെള്ളിവലയിൽ വെച്ചാണ് ഈ ചടങ്ങ് നടക്കുന്നത്. അഡ്മിന്മാരായ മുഴുവൻ ആൾക്കാരും ഇതിൽ പങ്കെടുത്ത് ഗുരുജിയെ ആദരിക്കുകയുണ്ടായി. ഒരിക്കൽ കൂടി പ്രസാദ് കാൽവരിയുടെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു.